ഹലോ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു കാര്യം പറയാൻ ആദ്യമേ ഒരു കാര്യം പറയാം. പറ്റിച്ചു പോയവർക്ക് രണ്ടുപേർക്കും ആദരാഞ്ജലികൾ. അതെന്താണെന്നറിയോ, അവരിനി ജനിക്കൂലല്ലോ എന്തായാലും. അപ്പോൾ അവരിനി മരിക്കില്ലല്ലോ. അപ്പോൾ അവർ മരിച്ചോ ഇല്ലയെന്നൊന്നും ഞാൻ അറിയില്ല. ഒരാൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തും ഒരാൾ തെക്കേ അറ്റത്തുമാണ്. അതുകൊണ്ട് അവർ മരിച്ചാൽ ഞാൻ അറിയില്ല. അപ്പോൾ അവർ മരിച്ചിട്ടുണ്ടെങ്കിലോ അത് ഇപ്പോൾ ഒരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് ആദരാഞ്ജലി പറയണം കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് നടക്കാനും പോയിട്ടില്ല. നടക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. മക്കൾ വന്നിട്ടുണ്ടായിരുന്നു, പേരക്കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നടക്കാൻ പോയില്ല. ഒരാഴ്ചയായി പോയിട്ട്. ഇപ്പം മക്കളൊക്കെ പോയി. മാത്രമല്ല, ഫോൺ ഇങ്ങോട്ട് കിട്ടണില്ല. വീഡിയോ എടുക്കാൻ ഫോൺ കിട്ടണ്ടേ. 4 കുട്ടികളുണ്ട്, പേരക്കുട്ടികൾ. ഈ കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, ഒരു ഫോണും ഉണ്ട്. സദാ അടിയാണ്. 2 പിന്നെ പകൽ സ്കൂളിൽ പോവും. വന്നാലാണ് ചാർജ് ചെയ്യാൻ പോലും ഫോൺ കിട്ടൂല. പുലർച്ചക്ക് ഞാൻ 5:30 എണീച്ചാൽ അത് എണീച്ച് ചാർജ് ഇട്ടേക്കും, ചാർജറിൽ കുത്തിയേക്കും. അവിടെ ആയിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാതിലിറക്കണ ശബ്ദം കേട്ട് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മെല്ലെ എനിക്ക് വരും ഒരു പേരക്കുട്ടികൾ. അത് എടുത്തോണ്ടിട്ട് പുതപ്പിൻ്റെ അടിയിൽ ഇട്ടിട്ട് കാണും. സ്കൂളിൽ പോകുന്ന വരെ കാണും. അപ്പോൾ ഉള്ള നെറ്റും കഴിക്കും. അപ്പോൾ അത് കാരണം വീഡിയോ ഇടാനും പറ്റില്ല, ഫോണ് കിട്ടണ്ടേ. അപ്പോൾ അവരൊക്കെ ഇപ്പം ഇന്നലെ പോയി. പിന്നെ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ പൂരായിരുന്നു കേട്ടോ. ഇവിടെ പൂരായ ഭയങ്കര ആഘോഷം കേട്ടോ. പിന്നെ ഇവിടെ ജാതി മതമൊന്നുമില്ല. പൂരം വരുമ്പോൾ ജാതി മതമൊന്നുമില്ല കേട്ടോ. പൂരം വരുമ്പോൾ എന്നല്ല, ഇവിടെ നബിദിനം വന്നാലും പെരുന്നാൾ വന്നാലും എന്താഘോഷം വന്നാലും ജാതി മതമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലബ്ബുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാർ കുറച്ച് ആൺപിള്ളേരെ കൂടിയിട്ടൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടെ എല്ലാ പരിപാടികളും എന്താഘോഷം വന്നാലും അവിടെ എല്ലാവരും കൂടി ആഘോഷിക്കും. ഒരു 2-3 വീട്ടുകാർ മാത്രം ഹിന്ദുക്കളെ പരിപാടി ഇത് പറഞ്ഞിട്ട് മാറി നിൽക്കണവരുള്ളൂ. ബാക്കി എല്ലാവരും അതിൽ കാടിപ്പാടി എല്ലാ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഭംഗിയാക്കുന്ന ഒരു ദേശമാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇന്നലെ പൂരായിരുന്നു. ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ ബിരിയാണി വെച്ചത് എങ്ങനെ ബിരിയാണി വെക്കാറുണ്ട്, ദമ്മിട്ട ബിരിയാണി വെക്കാറ്. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ബിരിയാണി അങ്ങനെ വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഇന്നലെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പൂരത്തിൻ്റെ അന്ന് ബിരിയാണി വെക്കാം. അപ്പോൾ മക്കളൊക്കെ അപ്പോഴല്ലേ വരുള്ളൂ. അപ്പോൾ വെച്ചാൽ തിന്നാൻ ആൾ വേണ്ടേ. അപ്പോൾ മക്കൾ ഒക്കെ പൂരാകുമ്പോൾ പിന്നെ എല്ലാ വീട്ടിലും ആൾക്കാരൊക്കെ വരും, നല്ല ആഘോഷം ഉണ്ടാവും. എല്ലാ വീട്ടിലും ഫുൾ ആൾക്കാരുണ്ടാവും. ഫാത്തിമ തന്നോട് ആരും ഉണ്ടായിരുന്നില്ല, വീട് പണിയല്ലേ, അതുകൊണ്ട് ആരും മക്കളൊന്നും വന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊരു ഫ്രൈ എന്തുട്ടാ പറയുക, ചോറ് വേറെ കറി വേറെ ആക്കിയിട്ടുള്ള ബിരിയാണി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി. ചിക്കൻ പൊരിച്ച് ഫ്രൈ ആക്കിയിട്ട് വേറെ റോസ്റ്റാക്കിയിട്ട് ചോറ് വേറെ വെച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് കുഴപ്പമുണ്ടായില്ല. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് തിന്നുപോയി, ഒന്നും ബാക്കിയായില്ല. ആദ്യമായിട്ട് വെച്ചതാണ്. പിന്നെ അതിൻ്റെ മുന്നൊക്കെ വെക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ മക്കൾ വരുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് വിചാരിച്ചിട്ടൊരു ദമ്മ് ബിരിയാണിയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഫ്രൈ വേറെ ചോറ് വേറെ ആക്കില്ല, ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റാക്കിയിട്ട് പിന്നെ ചോറ് വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കൊളായാലും ഞങ്ങളെല്ലാം തിന്നണ പുറമ്പ് കരക്കല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് നന്നാക്കാം, എന്താ പറയുക, ഒരിക്കൽ വെച്ചിട്ട് നന്നായില്ലെങ്കിൽ നമുക്കത് എങ്ങനെ നന്നാക്കാമെന്ന് ചിന്തിക്കാമല്ലോ. അപ്പോൾ പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ എന്താ പോരായ്മയാണ് വന്ന് എന്നുള്ളത് നോക്കിയിട്ട് പിറ്റത്തെ പ്രാവശ്യം വെക്കുമ്പോൾ നമുക്ക് ആ കുറവുകൾ നികത്തിയിട്ട് വെക്കാമല്ലോ. പക്ഷെ ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരിത്തിരി ചിക്കൻ കായം തേച്ചത് ഒരിത്തിരി ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഇങ്ങനെ മുന്തി നിൽക്കുന്നുണ്ടെന്ന് മാത്രം. അത് എന്താ സംഭവിച്ചെങ്കിൽ ഞാൻ പാകത്തിന് ഉപ്പിട്ടൊക്കെ ഇതാക്കി വെച്ചതാണ്. ഞാൻ വറക്കാൻ നേരത്തെ എന്ത് ചെയ്ത് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഉപ്പില്ലാന്ന് തോന്നി. അപ്പം എൻ്റെ ചെറിയ മോള് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ നേരമായില്ല അത് കായം തേച്ച് വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇതിൽ ഉപ്പില്ലാത്ത പോലെ തോന്നുന്നു, ഉപ്പ് അത് പിടിച്ചിട്ടുണ്ടാവും, ഇനി ഉപ്പിടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതൊരു ചൊടി ഇല്ലാണ്ടായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നൈസായിട്ടെടുത്തൊരു ഉപ്പും കൂടി എടുത്തല്ല. അത് ലക്ഷം കൂടി ഒരു ഇതായിപ്പോയി എന്ന് മാത്രമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്യുമ്പോൾ അധികം ഉപ്പ് ചേർത്തില്ല, ഇനിയിപ്പോൾ അതിൽ ഉപ്പുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല കുഴപ്പമുണ്ടായില്ല എന്ന് പറയാം. എന്താണ് പറയുക, സ്വയം വലുതാക്കി പറയല്ല കേട്ടാ, അങ്ങനെ പറയില്ല, സ്വയം വലുതാക്കി പറയുന്നു. വലുതാക്കി പറയല്ല, ആദ്യമായിട്ട് വെച്ചതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല എന്ന് കുട്ടികൾക്കൊക്കെ നല്ല അഭിപ്രായം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആദ്യമായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയ കഥയാണ് ഇപ്പം ഇന്ന് പറയാനുള്ളത്. ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, ദമ്മ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ദമ്മ് ബിരിയാണി തന്നെയാണ് ആദ്യമായിട്ട് വെച്ചത്. ഒരു 3-4 പ്രാവശ്യം വെച്ചതൊക്കെ ഞാൻ ദമ്മ് ബിരിയാണി തന്നെ വെച്ചത്. പിന്നെ ഞാൻ മടി തോന്നുമ്പോൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ, മരുമക്കളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് നെയ്ച്ചോറുണ്ടാക്കും, കറി വേറെ വെക്കും. അങ്ങനെ നെയ്ച്ചോറും ഇപ്പം ഈയിടെ അടുത്താണ് നെയ്ച്ചോറും വെക്കാൻ പഠിച്ചത്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ബിരിയാണി വെച്ചു എന്ന് പറയാം. വേറെ ദമ്മ് ബിരിയാണി അല്ല, മറ്റേ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി വെച്ചു എന്ന് പറയാണ് കേട്ടോ നിങ്ങളോട്. അപ്പോൾ ഓക്കെ, ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്.